Hi my dear students, welcome back our Hindi class. In the previous class, we already started the workbook notes, is it? The page number 68 and 70, we already studied. Did you all of you write the notes? Then we are starting page number 71. That fifth one no need. That one is Pandit Bilwasi Misra ne Lala Chawulal ke lote ke बारे में अंग्रेज को क्या क्या बताया संक्षेप में लिखिए. That's no need. Next sixth one. सही कदम के सामने सही तथा गलत के सामने गलत का चिन्ह लगाइए. सही और गलत. Okay. First one. पत्नी दूध तो ज़रूर लाई पर गिलास लाना भूल गई. അതായത് പത്നി ദൂത് തോ ജറൂർ ലായി. ഇത് നമുക്ക് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സഹി ഗലത്താണ്. അതായത് ലാലാ ചാവുലാലിൻ്റെ വൈഫ് മിൽക്ക് കൊണ്ടുവന്നിട്ട് തിരിച്ച് ഗ്ലാസ് വാങ്ങിക്കാൻ മറന്നുപോയി. അത് ഗലത്താണ്. അതായത് എന്താണ്, തിരിച്ച് ഗ്ലാസ് വാങ്ങിച്ചിട്ടാണ് പോയത്. നെക്സ്റ്റ് വൺ. ലോട്ട അംഗ്രേസ് കെ പയർ പർ ജാക്കർ ഗിര. ലോട്ട എന്താണ്, ലോട്ട എന്ത് ചെയ്തു, അംഗ്രേസ് കെ പയർ പർ, അതായത് ആ സായിപ്പിൻ്റെ കാലിൽ വന്നിട്ട് വീണിട്ട് കാലിന് വേദന ഉണ്ടായി. എന്താണ്, ശരിക്കും എന്താണ്, ആ സായിപ്പിൻ്റെ കാലിൽ വന്ന് വീണായിരുന്നു. അപ്പോൾ അതെന്താണ്, സഹി. നെക്സ്റ്റ് വൺ. ലാലാ ചാവൂലാലിനെ അപ്പന കാര്യ സമാപ്ത് കർക്കെ ഊപ്പർ ദേഖ. അതായത് ലാലാ ചാവൂലാൽ അപ്പന കാര്യ സമാപ്ത് കർക്കെ, അദ്ദേഹത്തിൻ്റെ കാര്യം കഴിഞ്ഞതിന് ശേഷം എന്താണ്, ഊപ്പർ ദേഖ. സഹിയാണ്. കാരണം എന്താണ്, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, 500 റുപ്യ കിട്ടിയതിന് ശേഷം ലാലാ ചാവുലാൽ മുകളിലോട്ട് നോക്കി എന്നൊരു സെൻറ്റൻസ് നമ്മളവിടെ ആ ലെസണിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നോക്കിയപ്പോൾ ബിൽവാസി മിശ്രനെ കാണുന്നില്ല, മുകളിലോട്ട് നോക്കിയ സമയത്താണ് അദ്ദേഹം പോയത്. ഇതെന്താണ്, സഹി. നെക്സ്റ്റ് വൺ. ജിസ് സമയ ലോട്ട ഗിര അംഗ്രേസ് ഖാന ഖാ രഹാ ഥ. അതായത് ആ സമയത്ത് ലോട്ട താഴെ വീണ സമയത്ത് ആ ബ്രിട്ടീഷ് മാൻ എന്താണ്, ആഹാരം കഴിക്കുമായിരുന്നു. അത് റോങ് ആണ്. അദ്ദേഹം എന്താണ്, ആ ഒരു ഷോപ്പിൽ നിൽക്കുകയായിരുന്നു. അത് ഗലത്ത്. നെക്സ്റ്റ് വൺ. ഉസ് ദിൻ ബിൽവാസി ജിനെ ഡർ തക് നീന്ത് നഹീം ആയി. ആ ദിവസം ബിൽവാസി മിശ്രജിക്ക് കുറേ നേരത്തേക്ക് ഉറക്കം വന്നില്ല. ദാറ്റ് സഹി. അതായത് അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അൽമാരിക്കകത്ത് നിന്ന് അദ്ദേഹം എന്താണ്, ആ പൈസ എടുത്തിരുന്നു അല്ലേ, ആ പൈസ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വളരെയധികം ഇച്ചിരി പാടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ദിവസം രാത്രി എന്താണ്, ഉറക്കം വന്നില്ല. ഓക്കെ, വൺസ് അഗെയിൻ. പത്നി ദൂത് തോ ജറൂർ ലായി പർ ഗിലാസ് ലാന ഭൂൽ ഗയി. ഗലത്. നെക്സ്റ്റ് വൺ. ലോട്ട അംഗ്രേസ് കെ പയർ പർ ജാക്കർ ഗിര. സഹി. लाला चावूलाल ने अपना कार्य समाप्त करके ऊपर देखा. सही. जिस समय लौटा गिरा अंग्रेज खाना खा रहा था. गलत. उस दिन बिलवासी जी को देर तक नींद नहीं आई. सही. ओके. नेक्स्ट ടെക്സ്റ്റ് നമുക്ക് ആ ഒരു ലെസൺ ബേസ്ഡ് ആയിട്ടുള്ള വർക്കൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് എക്സ്ട്രാ കുറച്ച് ഗ്രാമർ പോർഷൻസ് ഉണ്ട്. ഈസ് ഇറ്റ്. വ്യാകരൺ പ്രശ്നം നോക്കുക. വ്യാകരൺ മീൻസ് വാട്ട്, ഗ്രാമർ. യു നോ ദാറ്റ്. വ്യാകരൺ പ്രശ്നം, നമുക്ക് അതിനകത്തുള്ള ഗ്രാമർ പോർഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ. നിമ്നലിഖിത് മുഹാവരോം കാ വാക്യമേ പ്രयोग कीजिए. ഇറ്റ് മീൻസ് താഴെ കൊടുത്തിരിക്കുന്ന നമുക്ക് മുഹാവര എന്ന് പറഞ്ഞാൽ എന്താണ്, പഴഞ്ചൊല്ലുകൾ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വാട്ട്സ് ദ മീനിങ് ഓഫ് മുഹാവര? പഴഞ്ചൊല്ലുകൾ എന്ന് പറയും. ആ മുഹാവര കുറച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 5 മുഹാവര ഉണ്ട് അവിടെ. അതിനകത്തുനിന്ന് നമുക്ക് എന്താണ്, സെൻറ്റൻസ് മേക്കിംഗ് ആണ്. വാക്യ പ്രयोग कीजिए. അതിൽ വാക്യപ്രയോഗം, സെൻറ്റൻസ് മേക്കിംഗ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് വൺ. അപ്പോൾ ആങ്ക് സേങ്കിന മീൻസ് വാട്ട്? ആങ്ക് സേങ്കിന എന്ന് പറഞ്ഞാൽ കാണാൻ കിട്ടുക എന്നുള്ളതാണ് മീനിങ്. ആങ്ക് സേങ്കിന. ഫസ്റ്റ് എന്താണ്, ആങ്ക് സേങ്കിന എന്ന് പറഞ്ഞാൽ കാണാൻ കിട്ടുന്നില്ല എന്ന് നമുക്ക് പറയാം. അതായത് കാണാൻ കിട്ടുക എന്നുള്ളതാണ് ആങ്ക് സേങ്കിന എന്നുള്ളൊരു മീനിങ്. അപ്പോൾ ആ ഒരു മുഹാവരയുടെ മീനിങ്. फर्स्ट वन. नोटबंदी के कारण 10,000 रुपये आंग सेंगने के लिए भी नहीं मिल पाएंगे. നോട്ട്ബന്ദി കെ കാരൻ 1000 रुपये. അതായത് നമ്മൾക്ക് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ഒരു ദിവസം രാത്രിയിൽ, പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മൾ അറിയുന്നത് എന്താണ്, ഒരു 12 മണിയായപ്പോൾ രാത്രി 12 മണിക്ക് എന്താണ്, മോദിജി എന്ത് ചെയ്തു, നമ്മുടെ നോട്ട്സ് എല്ലാം ബാൻ ചെയ്തു. അങ്ങനെ ഒരു നിയമം വന്നിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് ഇവിടെ പറയുന്നത്. നോട്ട് ബന്ദി. എന്താണ് നോട്ട് മീൻസ് വാട്ട്? നോട്ട്സ്.
നോട്ട് റുപ്പീസ്. നോട്ട് ബന്ദി എന്ന് പറയുന്നത് എന്താണ്? അതായത് നോട്ട് ബന്ദ്, അതായത് അതിന് ആ ഒരു നോട്ട് വേണ്ട എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നോട്ട് ബന്ദിക്ക് കാരൻ, അതിനുശേഷം എന്തായിരുന്നു അതിനകത്ത്? 1000 റുപ്പയെ, അതായത് 1000-ന്റെ ഒരു നോട്ട്, 1000-ന്റെ നോട്ടാണ് അതിനകത്ത് നമുക്ക് എന്ത് ചെയ്തത്? സ്റ്റോപ്പ് ചെയ്തത് അല്ലേ? 1000-ന്റെ നോട്ട് നമുക്ക് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്തു. അതാണ് നോട്ട് ബന്ദിക്ക് കാരൻ 1000 റുപ്പയെ. നോട്ട് ബന്ദിന് ശേഷം 1000 റുപ്പയെ, 1000 രൂപ ആങ്ക് സേങ്കിനെ കേലിയെ ഭി നഹി മിൽ പായേഗെ, കാണാൻ കിട്ടുന്ന കൂടിയില്ല. അതാണ് അതിൻ്റെ ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്. അണ്ടർസ്റ്റാൻഡ്? വൺസ് അഗെയിൻ, നോട്ട് ബന്ദിക്ക് കാരൻ दस नोट 1000 रुपये आम जेंगने के लिए भी नहीं मिल पाएंगे. नेक्स्ट सेकंड वन, दुम दबाकर भागना. दुम दबाकर ഭാഗന. ഇറ്റ് മീൻസ് പേടിച്ചോടുക എന്നുള്ളൊരു മീനിങ് ആണ്. പേടിച്ചോടുക, നിഷ്പ്രഭനാകുക, അതായത് കാണാൻ പറ്റുന്നില്ല, പെട്ടെന്ന് തന്നെ കൺമുന്നിൽ നിന്ന് പോയി എന്ന് പറയും. ദും ദബാക്കർ ഭാഗന. കുത്തേക്ക് ഗുരാഹട്ട് സുൻകർ ബില്ലി ദും ദബാക്കർ ഭാഗി. കുത്ത, കുത്ത മീൻസ് യുനോ, എന്താണ്? ഡോ. കുത്തേക്ക് ഗുരാഹട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ബാർക്കിംഗ്, അതിൻ്റെ വളരെയധികം ലൗഡായിട്ടുള്ള ബാർക്കിംഗ് ആണ് നമ്മൾ ഗുരാഹട്ട് എന്ന് പറയും. ഗുരാഹട്ട് സുൻകർ, സുന്ന മീൻസ് കേൾക്കുക, കേട്ടതിന് ശേഷം എന്താണ്? ബില്ലി, ബില്ലി മീൻസ് ക്യാറ്റ്. ബില്ലി ദും ദബാക്കർ ഭാഗി, അതായത് പേടിച്ചോടി. ഓക്കെ, നെക്സ്റ്റ് വൺ, ചാരോ ഖാനെ ചിത്ത് ഹോന. ചാരോ ഖാനെ ചിത്ത് ഹോന, ഇറ്റ് മീൻസ് എന്താണ്? ചാരോ ഖാനെ ചിത്ത് ഹോന എന്ന് പറഞ്ഞാൽ അതായത് മിണ്ടാതാവുക, മിണ്ടാതാവുക എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് മിണ്ടാതാവുക എന്നുള്ളൊരു മീനിങ് തന്നെയാണ് അതിനകത്ത് പറയുന്നത്. ഭാരതിനെ യുദ്ധ കെ മൈതാൻ മേ പാകിസ്ഥാനി സേനായെങ്കിൽ ചാരോ ഖാനെ ചിത്ത് കർ ദിയ. അതായത് മിണ്ടാതാവുക എന്ന് പറഞ്ഞാൽ അവരെ അവിടുന്ന് ഓടിച്ചു വിടുക, നിഷ്പ്രഭനാക്കുക എന്നൊക്കെ പറയും. അതായത് അവിടെ എന്താണ്? പലായനം ചെയ്യിക്കുക എന്നൊക്കെ പറയും. അതാണ് ഇവിടുത്തെ മീനിങ്. ചാരോ ഖാൻ, അതായത് 4 വശത്തോട്ട് ഓടിപ്പോയെന്ന് പറയും. 4 വശത്തോട്ട്, അതാണ് ചാരോ എന്ന് പറഞ്ഞാൽ 4 വശം, 4 വശത്തോട്ടും ചിന്നിച്ചിതറി ഓടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ്. ഭാരതിനെ യുദ്ധ കെ മൈതാൻ മേ, അതായത് ഭാരതിനെ യുദ്ധ കെ മൈതാൻ മേ പാകിസ്ഥാനി സേനാക്കെ ചാരോ ഖാനെ ചിത്ത് കർ ദിയ. എന്താണ്? അവരെന്താണ്? 4 വശവും ഓടിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഭാരതം പാകിസ്ഥാനും, ഭാരതം എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനുള്ള യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് എന്താണ്? അവരെ 4 വശവും ഓടിച്ചു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഉന്ദേഡ് ബുൻമേ ലഗേ രഹന. ഉന്ദേഡ് ബുൻമേ ലഗേ രഹന, ഇറ്റ് മീൻസ് എന്താണ്? ചിന്തിച്ച് കുഴപ്പത്തിലാകുക, അതാണ് ഉന്ദേഡ് ബുൻമേം ലഗേ രഹന. നമ്മളൊരു എന്തെങ്കിലും ചിന്തിക്കുക, നമ്മളൊരു കാര്യം എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ വന്ന് നമ്മളത് അങ്ങനെ എന്താണ് ചിരിച്ചിട്ട് നമ്മുടെ മനസ്സങ്ങ് കുഴപ്പത്തിലാകുക, അതാണ് ചിന്തിച്ച് കുഴപ്പമാക്കുക എന്ന് പറയും. അതിന് സെൻറ്റൻസ്, വഹ് കീഡോം സെ അപ്നി ഫസൽ ബജാനേക്ക് ഉന്ദേഡ് ബുൻമേ ലഗാ രഹത. അതായത് വഹ് കീഡോം സെ, അതായത് വഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണെന്ന് പറഞ്ഞിട്ടില്ല, അയാൾ എന്താണ്? കീഡോം സെ അപ്നി ഫസൽ, അതായത് ഈ കൃഷി സ്ഥലങ്ങളെല്ലാം കീടങ്ങളാൽ എന്താണ്? ഈ ഇതൊക്കെ വരുമല്ലോ, കീടങ്ങളൊക്കെ വരത്തില്ലേ നശിപ്പിക്കാനായിട്ട്, പ്രാണികളൊക്കെ. അപ്പോൾ അതിനെ കൊണ്ടിട്ട് അദ്ദേഹം എന്താണ്? വളരെ അധികം ചിന്തിച്ച് കുഴപ്പത്തിലായി. ഫസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്രോപ്സ് ഒക്കെ, അവരുടെ ധാന്യങ്ങളെല്ലാം എന്താണ്? നശിപ്പിച്ച് കളയാണ്, കൃഷിയെല്ലാം നശിപ്പിച്ച് കളയുന്നത്. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, ഹാത്ത് ധോന. ഹാത്ത് ധോന എന്ന് പറഞ്ഞാൽ കൈ കഴുകുക, അതായത് കൈ ഒഴിയുക എന്നുള്ള മീനിങ് ആണ് ഹാത്ത് ധോന. ബസ് സ്റ്റേഷൻ पर जेब काटने से उसे 5000 रुपये हाथ धोना पड़ा. അതായത് അതങ്ങ് നമ്മൾ ഒഴിവാക്കി, നമ്മളെന്താണ്? അതിൻ്റെ കാര്യം വിട്ടുകളഞ്ഞു. മീൻസ് ബസ് സ്റ്റേഷനിൽ നിന്നപ്പോഴത്തേക്ക് ജേബ് കട്ടനെ എന്ന് പറഞ്ഞാൽ പോക്കറ്റ് അടിക്കുക. അതായത് ബസ് സ്റ്റേഷനിൽ നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരാളുടെ പോക്കറ്റിൽ നിന്ന് 500 രൂപ കാണാതെ പോയി. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? 500 രൂപ അങ്ങ് മറന്നു കളഞ്ഞു. അതാണ് ഹാത്ത് ധോന. അതങ്ങ് വിട്ട് കളഞ്ഞു. അതാണ് ഹാത്ത് ധോന എന്നുള്ള മീനിങ്. അതായത് ഇതിനകത്ത് ഒരു ഇതുണ്ട്, മുഹാവര എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കെല്ലാം എന്താണ്? ഇന്നർ മീനിങ്സ് ആണ് അതിനകത്ത് വരുന്നത്. അല്ലാതെ കറക്റ്റായിട്ടുള്ള ഹാത്ത് ധോന എന്ന് പറഞ്ഞാൽ കൈ കഴുകി വിടുക എന്ന അങ്ങനെ ഒരു ഇത് വന്നാൽ അതിന് ഇന്നർ മീനിങ് വരും. അതാണ് അത് വെച്ചിട്ടുള്ള മുഹാവരയായിട്ടുള്ള, സാധാരണ വേർഡല്ല, മുഹാവരയായിട്ടുള്ളൊരു ഡിഫറൻസ്. ബസ് സ്റ്റേഷൻ पर जेब कटने से उसे 5000 रुपये से हाथ धोना पड़ा. ഇറ്റ് മീൻസ് എന്താണ്? ബസ് സ്റ്റേഷനിൽ നിന്നപ്പോഴത്തേക്ക് ജേബ് കട്ടന, ജേബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ് അടിച്ചത് കാരണം ഉസ് 5 റുപ്യ, ആ 500 രൂപ എന്താണ്? ആ 500 രൂപ അയാൾ ഉപേക്ഷിക്കേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ വൺസ് അഗെയിൻ ഒന്നുകൂടെ നോക്കാം. ആങ്ക് സേങ്കിന സെൻറ്റൻസ് എന്താണ്? നോട്ട്ബന്ദി കെ കാരൻ 10,000 रुपये, സോറി 10 ഇല്ല ഇവിടെ 10 പ്രിന്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് മിസ് അഗെയിൻ 10 പറയുന്നത്. 10 ഇല്ല, 1000 रुपये, അതായത് നോട്ട്ബന്ദി കെ കാരൻ 1000 रुपये ആങ്ക് സേങ്കിനെ കെ ലിയെ ഭി നഹി മിൽ പായേഗെ.
Next one, dum debagar bhagta. Dum debagar bhagna. It means कुत्ते की गुराहट सुनकर बिल्ली दुम दबाकर भागी. कुत्ते की गुराहट सुनकर बिल्ली दुम दबाकर भागी. Next one, चारों खाने चित होना. भारत ने युद्ध के मैदान में पाकिस्तानी सेनाएं के चारों खाने चित कर दिया. Next one, उंदे बुन में लगे रहना. वह कीड़ों से अपनी फसल बचाने की उंदे बुन में लगा रहता. नेक्स्ट वन, हाथ धोना. बस स्टेशन पर जेब कटने से उसे 5,000 रुपये से हाथ धोना पड़ा. ഈ രണ്ട് എക്സസൈസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവരും നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു കോൾ മീ. ചിൽഡ്രൻ, സീ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.